ഹലോ, ഇത് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതൊരു ശീലെന്ന് അനുമാനിക്കുക, ഇത് വിചാരിക്കുക. അത് 4 മടക്കുക, അത് നീളത്തിൽ മടക്കുക ആദ്യം ശീല. എന്നിട്ടത് വീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് 4 മടക്കാക്കി എടുക്കുക. അതിൻ്റെ ശേഷം അത് മടക്കിയതിന് ശേഷം കഴുത്ത് അടയാളപ്പെടുത്തണം. അത് കഴുത്ത് മുന്നേക്കുള്ള കഴുത്ത് അത് 5.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയിരിക്കേണ്ടത്. അപ്പോൾ ആദ്യം ടേപ്പ് എടുത്തുകൊണ്ട് എത്രയാണ് കഴുത്ത് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളളവിൽ കഴുത്തെടുക്കുക. എന്നിട്ട് ആ കഴുത്ത് എടുത്തതിന് ശേഷം അടയാളപ്പെടുത്തുക. ഇത് കഴുത്തായി കണ്ടാണ് എടുത്ത് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിലെങ്ങനെ വരച്ചതിന് ശേഷം ഈ ചതുരത്തിൽ നമ്മൾ കുറച്ച് 1 ഇഞ്ച് ഇതാക്കിയാണ്ടാണ് ഇവിടെ ആയി വരിക. അങ്ങനെ ഇതിലെങ്ങനെ കൊണ്ടുപോയിക്കൊണ്ട് ഇതിൽ കൂടെ അങ്ങനെ അത് ആദ്യം ഇത് അടയാളപ്പെടുത്തുക. പിന്നെ 5.5 ഇഞ്ചാണ് ഇത് ഷോൾഡർ വരുന്നത്. ഇവിടെ അത് എടുക്കുക, അത് അടയാളപ്പെടുത്തുക, ഷോൾഡറിൻ്റെ അടയാളപ്പെടുത്തുക. ഇത് ഷോൾഡർ അടയാളപ്പെടുത്തിയതാണ്. ഇത് 5.5 അടയാളപ്പെടുത്തിയാണ്. ഇങ്ങനെ എടുത്തുകൊണ്ട് അടയാളപ്പെടുത്തുക. അതേപോലെ പിന്നെ നമുക്ക് കൈക്കുഴി, ഇത് 10 ഇഞ്ചാണ് കൈക്കുഴിക്ക് നീളം. അത് ചുരിദാറിൻ്റെ കൈ മേടിച്ചുകൊണ്ട് ഈ ഷോൾഡറിൻ്റെ അളവിൽ അത് എടുക്കുക. 10 ഇഞ്ച് എടുത്ത് അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ചതുരം വരച്ച് കൊടുക്കുക. ഇത് ഇങ്ങനെ കിട്ടും. എന്നിട്ട് 1 ഇഞ്ച് ഇവിടെ നമ്മൾ എടുത്തുകൊണ്ട് ഇതിൽ കൂടെ അങ്ങനെ വരയ്ക്കുക. അപ്പോൾ നമ്മൾക്ക് കൈക്കുഴി ഇങ്ങോട്ട് നമുക്ക് വെട്ടാൻ കഴിയും. എന്നിട്ട് പിന്നെ ഇത് വീതിയാണ്. ഈ കൈക്കുഴിൻ്റെ അങ്ങേയറ്റത്തുള്ള കൈക്കുഴിൻ്റെ വീതി എത്ര നോക്കുക. ആ വീതിക്കനുസരിച്ച് ഇവിടെ അടയാളപ്പെടുത്തിയതാണ്. അത് അടയാളപ്പെടുത്തി പിന്നെ നമ്മൾ അറിയാത്തവർക്ക് നമുക്ക് വെട്ടാൻ ബുദ്ധിമുട്ടായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചുരിദാർ ഇങ്ങനെ മേലെ വെച്ച് കൊടുക്കുക. മേലെ വെച്ചതിന് ശേഷം നമുക്ക് എത്രയാണ് വീതി വേണ്ടതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വെച്ചുകൊണ്ട് ഇതേപോലെ വെച്ച് അത് എടുക്കാനും പറ്റും. അളവ് എടുക്കാൻ അറിയാത്തവർക്ക്. അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ചുരിദാറിൻ്റെ വീതി ഇതിൽ എത്രയെന്ന് ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതേപോലെ വരയ്ക്കുക. എന്നാലേ നിങ്ങൾക്ക് അത് ഇത് നമുക്ക് നമ്മുടെ അളവാണ്. പിന്നെ തയ്യൽ തുമ്പിനുള്ള കുറച്ച് നമുക്ക് എടുക്കണം. തയ്യൽ തുമ്പിനുള്ളത് നമ്മൾ ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ചൊക്കെ നമ്മൾ കരുതണം. എന്നിട്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വീതി ഉണ്ടാവില്ല. ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതേപോലെ ഷോൾഡർ പിന്നെ അതുപോലെ കൈക്കുഴി ഇത് വെട്ടിയതിന് ശേഷം നമുക്ക് കൈ എടുക്കണം. ഇത് എത്ര കൈക്കുഴി എടുത്തേക്കണം വെച്ചാൽ അതിൻ്റെ 1.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് നമുക്ക് വെട്ടാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ 10ആണ്. അപ്പോൾ നമ്മളൊരു 11.5 എങ്കിലും എടുക്കണം കയ്യിനുള്ള ശീല. ഇത് എങ്ങനെ വെട്ടണം, ഇങ്ങനെയാണ് വെട്ടുന്നത്. ഇനി നമുക്ക് ഇത് ഇപ്പോൾ കഴുത്തിൻ്റെ ഇതാണ് ഈ കാണിക്കുന്നത്. ഇനി ബാക്ക്
ബാക്ക് കഴുത്താണ് ഈ വെട്ടുന്നത്. ഇത് എന്നിട്ട് നമുക്ക് കൈക്കോഴി വെട്ടാം. ഇത് നേരെ ഇങ്ങനെ വെട്ടിപ്പോവുക. ഇത് കൂട്ടിയടിക്കേണ്ട ജബ്ബയാണ്, അതുകൊണ്ട് ഇത് ഇവിടെ വിടുന്നില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ നമുക്ക് വെട്ടിപ്പോവാം. ഇത്രയുള്ളത് വെട്ടാനുള്ള കാര്യം. ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ കഴുത്ത് അടിയാളം പിടിക്കുക. 5.5 ഇഞ്ചിലുള്ള കഴുത്താണ്. അപ്പോൾ പിന്നെ ബാക്ക് കഴുത്ത് എങ്ങനെ കിട്ടും, ഇങ്ങനെ വെട്ടി. പിന്നെ ഇത് കൈക്കോഴി. ഇത് ഇങ്ങനെ ചുരിദാറിൻ്റെ ഇതാണ്. ഫുള്ള് ഇതിൻ്റെ ഫുള്ള് കാണുന്നെങ്കിൽ നമുക്ക് ഇത് അടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കഴുത്താണ് നമ്മൾ അടിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഷോൾഡർ കൂട്ടി അടിക്കേണ്ടത്. പിന്നെ കൈയിൻ്റെ ഈ കൈക്കുഴി നിങ്ങൾക്ക് നമ്മൾ കയ്യ് വെട്ടിയതിന് ശേഷം ദിമ്മക്ക് യോജിപ്പിക്കുക. അതിന് കൈ വെച്ചതിന് ശേഷം നമുക്ക് ഈ ടോപ്പിൻ്റെ കൂട്ടി അടിക്കുക. ഇത്രയും കഴിയുമ്പോൾക്ക് ഇത് ഫുള്ളായി. ഇനി നമുക്ക് കയ്യാണ് വേണ്ടത്. നമ്മളടിക്കുന്ന കുപ്പായത്തിന് കൈ എത്രയാണെന്ന് ആദ്യം നമ്മളൊന്ന് അളന്ന് നോക്കുക. എന്നിട്ട് ഇത് 17 അപ്പോൾ നമ്മൾ 17 ഇഞ്ച് എടുക്കുക. അത് 17 ഇഞ്ച് എടുത്തുകൊണ്ട് അളന്നുകൊണ്ട്
എനിക്ക് ഫുൾ കൈയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ വെട്ടുന്നത് 19 എടുക്കുന്നുണ്ട്. അവനവൻ്റെ കയ്യിന് എത്ര അളവെന്നുണ്ടെങ്കിൽ അത്ര എടുക്കാം. പത്താണ്, അപ്പോൾ ഒരു 11 എന്തായാലും വേണ്ടി വരും. ഇപ്പോൾ 11 എടുത്തുകൊണ്ട് ഇത് ഇങ്ങനെ വെട്ടി കൊടുക്കുക. എന്നാൽ അത് കയ്യ് 11 അളവ് വേണ്ടത്. ഇത് വെട്ടിക്കൊണ്ട് കയ്യും വെട്ടി നമുക്കിത് നല്ലൊരു ദുബൈയായി അടിച്ചെടുക്കാം.